വടക്കൻ കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. നാളെ മുതൽ മഴയുടെ ശക്തി വീണ്ടും കുറയും. വർഷ ഗിരീഷ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വർഷ, നാളെ മുതൽ ഈ മഴയുടെ ശക്തി ഏകദേശം കുറയുമെന്നൊരു വിവരമുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കൂടുതൽ മുന്നറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? വർഷ, നിലവിലിപ്പോൾ വടക്കൻ കേരളത്തിൽ പലയിടത്തും ശക്തമായ മഴ തുടരുകയാണ്. കോഴിക്കോട് ഇന്നലെ തുടങ്ങിയ മഴ ഇത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും ഇന്നലെ വെള്ളം കയറിയിരുന്നു. അതൊന്നും പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. പ്രധാനമായും മാവൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിലെ വീടുകളിലും ഗ്രാമീണ റോഡുകളിലും വലിയ രീതിയിലുള്ള ഒരു വെള്ളപ്പൊക്കം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നലത്തെ അത്ര ഇല്ലെങ്കിൽ കൂടി ഇന്ന് വെള്ളം പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല എന്നുള്ള വിവരമാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. മഴയുടെ ശക്തി കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ അല്പം കുറഞ്ഞിരുന്നു, രാത്രിയോട് കൂടി അല്പം കുറഞ്ഞിരുന്നു. അപ്പോഴാണ് കുറച്ച് വെള്ളക്കുറവുണ്ടായത്. എങ്കിലും പൂർണ്ണമായി ഇറങ്ങിയിട്ടില്ല. വീടുകളിലെല്ലാം ഇപ്പോഴും വെള്ളം കയറിയ ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇതുപോലെ പലയിടങ്ങളിലും റോഡുകളിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട്. പലയിടങ്ങളിലും റോഡുകളിൽ മരം കടപുഴകി വീഴുക, വീടിന് മുകളിൽ വീഴുക തുടങ്ങിയ പല പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ശക്തമായ മഴ തന്നെയാണ് കോഴിക്കോട് ജില്ലയിൽ തുടരുന്നത്. സമാനമായ രീതി തന്നെയാണ് മറ്റ് ജില്ലകളിലും. ഇന്നിപ്പോൾ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് രാവിലെ പെയ്യുന്ന മഴയുടെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ യെല്ലോ അലർട്ടിനും അപ്പുറമുള്ളൊരു മഴയാണ് കോഴിക്കോട് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ അതിശക്തമായ മഴയായിരുന്നു കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോഴും ആ മഴ തുടരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മഴയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ. കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട് തടമ്പാട്ട് താഴം വേങ്ങേരി ഭാഗത്ത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായിരുന്നു. വീടിന് മുകളിലേക്കാണ് 30 അടി ഉയരത്തിലുള്ള മണ്ണ് പതിച്ചത്. അവിടെയും ഇപ്പോഴും അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ആ വീട്ടിലുള്ളവരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് എങ്കിലും അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇതുപോലെ കൊയിലാണ്ടിയിൽ ഉൾപ്പെടെ കിണർ ഇടിഞ്ഞു താഴ്ന്നൊരു സാഹചര്യമുണ്ട്. പല രീതിയിലുള്ള അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. മലയോര മേഖലയിൽ ഉൾപ്പെടെയുള്ളവരോട് മാറി താമസിക്കണം എന്നുള്ള കാര്യം കൂടെ അറിയിക്കുന്നുണ്ട്. കാരണം ശക്തമായ കാറ്റിനുൾപ്പെടെ സാധ്യതയുണ്ട്. തീരദേശ മേഖലയിലുള്ളവരും പ്രത്യേക ജാഗ്രത പുലർത്തണം. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടെ ഈ തീരദേശത്ത് താമസിക്കുന്നവരെല്ലാം പ്രത്യേക ജാഗ്രത പുലർത്തണം. ശക്തമായ കാറ്റിനും തിരമാലയ്ക്കും സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് കാലാവസ്ഥാ വകുപ്പിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുകയാണ്. നാളെ ഈ മഴയുടെ ശക്തി കുറയുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. വർഷ ഗോകുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.